Cated Psychology, Important Questions and Answers. First question. എനിക്കൊരു ഡസൻ ആരോഗ്യവാനായ കുട്ടികളെ തരൂ. അവരെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അതായത് ഡോക്ടറോ കള്ളനോ വക്കീലോ ആയി വളർത്തിയെടുക്കാം എന്ന് പ്രഖ്യാപിച്ചത് ആര്? ആൻസർ JB വാട്സൺ. 2. JB വാട്സൺ തൻ്റെ പ്രശസ്തമായ പരീക്ഷണം നടത്തിയത് ഏത് കുട്ടിയിലാണ്? ആൻസർ ലിറ്റിൽ ആൽബർട്ട്. 3. മനഃശാസ്ത്രത്തിലെ ബിഹേവിയറിസം അഥവാ വ്യവഹാരവാദത്തിൻ്റെ പിതാവ് ആര്? ആൻസർ JB വാട്സൺ. 4. പരീക്ഷണത്തിന് ശേഷം വെളുത്ത എലിയെ മാത്രമല്ല മുയൽ, രോമക്കുപ്പായം തുടങ്ങിയവയെയും ആൽബർട്ട് പേടിക്കാൻ തുടങ്ങി. ഇതിനെ പറയുന്ന പേരെന്ത്? ആൻസർ സ്റ്റിമുലസ് ജനറലൈസേഷൻ. 5. പിയാഷെ ആന്തരിക പ്രക്രിയകൾക്ക് പ്രാധാന്യം നൽകിയപ്പോൾ വാട്സൺ എന്തിനാണ് പ്രാധാന്യം നൽകിയത്? ആൻസർ എൻവയോൺമെൻറ്റിനും സ്റ്റിമുലിക്കും, പരിസ്ഥിതിക്കും ഉത്തേജകങ്ങൾക്കും. 6. വാട്സന്റെ ലിറ്റിൽ ആൽബർട്ട് പരീക്ഷണം ഏത് വർഷമാണ് നടന്നത്? ആൻസർ 1920. 7. വ്യവഹാരവാദികൾ പഠനത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് എന്തിനാണ്? ആൻസർ ചോദനവും പ്രതികരണവും, സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്, അതായത് SR റിലേഷന്. 8. ആൽബർട്ട് ബന്ദൂര ആവിഷ്കരിച്ച പഠന സിദ്ധാന്തം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ സാമൂഹിക പഠന സിദ്ധാന്തം അഥവാ സോഷ്യൽ ലേണിംഗ് തിയറി, അല്ലെങ്കിൽ നിരീക്ഷണ പഠനം, ഒബ്സർവേഷൻ ലേണിംഗ്. 9. സ്കൂൾ കുട്ടികൾ സിനിമയിലെയും TVയിലെയും അക്രമ ദൃശ്യങ്ങൾ അനുകരിക്കുന്നത് ഏത് പഠനത്തിന് ഉദാഹരണമാണ്? ആൻസർ നിരീക്ഷണ പഠനം, ഒബ്സർവേഷൻ ലേണിംഗ്. 10. ബന്ദുരയുടെ പഠന സിദ്ധാന്തത്തിലെ 4 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഏവ? ആൻസർ ശ്രദ്ധ, ഓർമ്മയിൽ സൂക്ഷിക്കൽ, പുനരുത്പാദനം, പ്രേരണ ഓർ പ്രോത്സാഹനം, അറ്റൻഷൻ, റിട്ടൻഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ. 11. ബോബോ ഡോൾ പരീക്ഷണം നടന്ന വർഷം ഏതാണ്? ആൻസർ 1961. 12. ബന്ദൂര തൻ്റെ പഠനങ്ങൾക്കായി നടത്തിയ പ്രശസ്തമായ പരീക്ഷണം ഏതാണ്? ആൻസർ ബോബോ ഡോൾ പരീക്ഷണം, ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ്. 13. കോഹ്ലർ തൻ്റെ പരീക്ഷണങ്ങൾക്കായി ഉപയോഗിച്ച ചിമ്പാൻസിയുടെ പേരെന്ത്? ആൻസർ സുൽത്താൻ. 14. കോഹ്ലറുടെ പ്രശസ്തമായ പരീക്ഷണം നടന്ന സ്ഥലം എവിടെയാണ്? ആൻസർ കാനറി ദ്വീപുകൾ. 15. അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറി ആവിഷ്കരിച്ചത് ആര്? ആൻസർ കോഹ്ലർ.